ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണെന്നല്ലേ, ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതായത് വെർമസിലി ഉപ്പുമാവ്, റോസ്റ്റഡ് വെർമസിലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂണിൽ കൂടുതലുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലിന് ചൂടാവട്ടെ. ഓയിൽ ചൂടാകുമ്പോഴത്തേന് അപ്പം ഞാൻ ഇതിന് വേണ്ട സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റിൻ്റെ പകുതി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്, ഒരു പച്ചമുളകുണ്ട്, ശകല ഇഞ്ചിയുണ്ട്. ഇഞ്ചി ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റുണ്ട്. പിന്നെ കുറച്ച് ക്യാഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി റിച്ച് ആയിക്കോട്ടെ. പിന്നെ കടുകുണ്ട്, ഉഴുന്നുപരിപ്പുണ്ട്, ഉപ്പുണ്ട്, വെള്ളം. അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചുമന്ന് വരണം ഉഴുന്നുപരിപ്പ്. ഇതിൽ എന്ത് വേണമെങ്കിലും സ്കിപ്പ് ചെയ്യാം. ക്യാരറ്റ് ഇല്ലെങ്കിലോ ഇഞ്ചി ഇല്ലെങ്കിലോ ക്യാഷ്യൂ ഇല്ലെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വെക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഇതാണ്. അപ്പം ഇനി കടുക് നന്നായി പൊട്ടുന്നുണ്ട്. ക്യാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചുമക്കട്ടെ. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. അത് നമ്മളിതൊക്കെ കട്ട് ചെയ്യുന്നൊരു താമസമേ ഉള്ളൂ. ക്യാരറ്റ്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. സാധാ ഉപ്പും തുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ആ നല്ല മണം വരുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ആദ്യം ഉള്ളി ഒത്തിരി എങ്ങും ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകണ്ട. ഒന്ന് വാടി വന്നാൽ മതി. നന്നായിട്ടൊന്ന് വാടുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മാടിയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ചൂട് വെള്ളമാണ്, 1/2 ലിറ്റർ വെള്ളമുണ്ട്, തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് നേരത്തെ. നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് ഈ വെർമസിലി ഇതിനകത്തോട്ട് ഇട്ടു. അപ്പം ഞാൻ ഒഴിച്ച വെള്ളം തിളച്ച വെള്ളമായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ചിട്ട് നമുക്കിത് നല്ല പൊടിയായിട്ടുള്ള സാധനം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഇത് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് അപ്പോഴത്തേനും ഇത് റെഡിയാവും. അപ്പോൾ ഗെയ്സ്, എൻ്റെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയില്ലേ? ഞാൻ അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. നല്ല വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കട്ടൻ കാപ്പി തിരിഞ്ഞു പോയി, കട്ടൻ ചായ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒത്തിരി അങ്ങ് ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറാ വന്നിട്ടുണ്ട് കേട്ടോ. പ്രിയ കൊണ്ടുപോടെ. അത് പ്രിയക്കൂടെ ഈ ഉപ്പുമാവിൻ്റെ മണ്ടയിലോട്ട് പഞ്ചസാര നന്നായിട്ട് ഇടാം. ഷുഗർ പേഷ്യൻ്റാ. ഒരു ദിവസമൊക്കെ നമ്മൾ ഷുഗർ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. ഈ പഞ്ചസാര ഇങ്ങനെ അങ്ങോട്ട് വിതറിയിട്ട് എല്ലാ ഭാഗത്തും വീണിട്ട്
ഓരോ അറ്റത്ത് നിന്ന് അങ്ങോട്ട് കോരി അങ്ങോട്ട് തിന്നണം. നല്ല അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? വല്ലപ്പോഴൊക്കെ നമുക്കൊരു ചേഞ്ച് വേണ്ട. എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ്, ഒരേ കറി, ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ വെച്ചൊന്ന് നല്ല ചൂടാ. സൂപ്പർ പ്രിയ, സൂപ്പർ. രാവിലെ ഫാസ്റ്റിങ് 168 പ്രിയ പഞ്ചസാര അപ്പഴേ ചോദിച്ചു. അപ്പം നല്ല ചൂട് ഉപ്പുമാവ്, വെർമസിൽ ഉപ്പുമാവ്, സൂപ്പർ, നല്ല അടിപൊളി ടേസ്റ്റുള്ള, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ആ ഇഞ്ചിയുടെ ടേസ്റ്റും പിന്നെ ചെറിയൊരു എരിവും മധുരവും എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളി. ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ. ഓക്കെ, അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.